ഞാൻ ഡോക്ടർ കുലിയോപോൾ, ഡെർമറ്റോളജിസ്റ്റാണ് ഇവിടെ ഗ്രേസ് ആൻഡ് ഗ്ലോ സ്കിൻ ക്ലിനിക്കിൽ. ഇവിടെ നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്ന ഇഷ്യൂസ് ആണ് സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ്, ഹെയർ ഫോൾ, സമയത്തിനനുസരിച്ച്, പ്രായം അനുസരിച്ച്, കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് എല്ലാവരുടെയും സ്കിന്നിന് ചേഞ്ചസ് ഉണ്ടാവും. അതിനനുസരിച്ച് അസുഖങ്ങളും ഫേസ് ചെയ്യും. സോ ഹിയർ വി ഗിവ് എ ഹോളിസ്റ്റിക് അപ്രോച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ നോയിങ് വാട്ട് ഇസ് ദ കോസ് ആൻഡ് ദെൻ വി സ്റ്റാർട്ട് വിത്ത് ദ ട്രീറ്റ്മെന്റ്. നമുക്കിവിടെ സ്കിന്നിന് ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, ലേസർ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, സ്കാർ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, MNR, CO2 ലേസർ, ഈവൻ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് ഹൈഡ്രാ ഫേഷ്യൽസ്, അങ്ങനെ പലതരത്തില് ബേസിക് ടു കോംപ്ലക്സ് ട്രീറ്റ്മെന്റ്സ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹെയർ ലോസിന് വേണ്ടിയിട്ട് PRP, GFC, autosomal, exosomes, almost all kinds of treatments we provide here. We go through a holistic approach here and we find the apt solutions for them at our maximum effort. സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ നഗരസഭ 3-ാം ഡിവിഷൻ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി നജ്മത്ത് PH ആണ് ഉള്ളത്. വാർത്തയിലേക്ക്. സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് നഗരസഭ 3-ാം ഡിവിഷനിലെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി നജ്മത്ത് PH ആണ്. ഡിവിഷനിൽ സമഗ്ര മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നജ്മത്ത് PH മത്സരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നമസ്കാരം. നഗരസഭ 3-ാം ഡിവിഷനിലെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നജ്മത്ത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയുടെ ഭാഗമായി നജ്മത്തിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞപ്പോൾ വോട്ടർമാരുടെ ഇടയിലുള്ള പ്രതികരണങ്ങൾ എന്തൊക്കെ? വോട്ടർമാർ നല്ല രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. വാർഡിൽ മാറ്റങ്ങൾ വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുസരിച്ച പ്രതികരണങ്ങളൊക്കെ അവർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഡിവിഷന്റെ വികസന പ്രവർത്തനങ്ങളിലെ വികസനങ്ങളും അല്ലെങ്കിൽ പോരായ്മകളെ കുറിച്ച് വോട്ടർമാര് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പറയുന്നുണ്ട്. പല പോരായ്മകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം ചോദിക്കുന്നുമുണ്ട്. എന്തെല്ലാം പോരായ്മകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്? പ്രധാനമായിട്ടും കുടിവെള്ളത്തിൻ്റെതായാലും പാർപ്പിടത്തിൻ്റെതായാലും പല പ്രശ്നങ്ങളും അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ പോരായ്മകളും കഴിഞ്ഞ ഭരണത്തിന്റെ ദുർവിധിയെ കുറിച്ചൊക്കെ അവർ തോരെ പറയാറുണ്ട് എവിടെ ചെന്നാലും. ഇപ്പൊ സിറ്റിംഗ് കൗൺസിലർ ഇടതുപക്ഷത്തിന്റെയാണ്. അപ്പൊ ഈ ഇടതുപക്ഷവും പിന്നെ UDF-ഉം മാറി കൈകാര്യം ചെയ്യുന്ന ഒരു ഡിവിഷനാണ്. ഇപ്പൊ ഈ ഡിവിഷന്റെ ലേക്ക് കുറച്ച് ഭാഗങ്ങൾ പഴയ 5-ാം ഡിവിഷനിൽ നിന്ന് കയറി വന്നിട്ടുണ്ട്. ആ ഭാഗത്ത് സ്ഥാനാർത്ഥി പര്യടനം നടന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എന്താണ്? ആ ഭാഗത്ത് ഞങ്ങൾ കൂടുതലായിട്ട് പോയിരുന്നു. ആ ഭാഗത്തും അവരുടെ സ്ഥാനാർത്ഥികളുടെ പോരായ്മകളെ കുറിച്ച് തന്നെയാണ് അവരും പറയുന്നത്. കൂടുതൽ പ്രോഗ്രസ്സുകളൊക്കെ വേണമെന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വെൽഫെയർ പാർട്ടി സ്വാഭാവികമായിട്ടും വളരെ ചുരുങ്ങിയ ഡിവിഷനുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. എല്ലാ ഡിവിഷനുകളിലും വ്യാപകമായി സ്ഥാനാർത്ഥികളെ നിർത്താതെ തിരഞ്ഞെടുക്കപ്പെട്ട ഡിവിഷനുകളിലാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത്. അതിന്റെ ഒരു കാരണം എന്താണ്? അത് നേതൃത്വത്തിനുള്ള മാത്രം അറിയാമെങ്കിൽ അതിനെ കുറിച്ച് പറയണമെന്നില്ല. നേതൃത്വത്തിന് മാത്രം അറിയാവുള്ളൂ. അപ്പൊ അതിനെ കുറിച്ച് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പറയണമെന്നില്ല, നേതൃത്വത്തിന് മാത്രം അറിയാമെങ്കിൽ. അതുപോലെ തന്നെ ഈ ഡിവിഷന്റെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ എന്തെങ്കിലും ഇപ്പൊ സാധാരണ ഒരു കൗൺസിലർ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്കറിയാം. സാധാരണ ഒരു കൗൺസിലറുടെ പ്രധാനപ്പെട്ട പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ റോഡ് നന്നാക്കല്, ലൈറ്റ്, ഇതൊക്കെ കുടിവെള്ളം, മാലിന്യ പ്രശ്നം, ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് സാധാരണ ഉണ്ടാവുന്ന സംഭവങ്ങളാണ്. മറിച്ച് ഡിവിഷന്റെ വികസനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിവിഷന്റെ പുരോഗതിക്ക്, അവിടുത്തെ ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രത്യേകം വല്ല പദ്ധതികളും മനസ്സിൽ കരുതിയിട്ടുണ്ടോ? ഉണ്ട്. പാർപ്പിടത്തിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പലരും പറയുന്നുണ്ട്, പാർപ്പിടം ഇല്ലാത്തതിന്റെ. അപ്പൊ അതിന്റെ വിവിധ ഫണ്ടുകൾ വന്നു കിടക്കുന്നുണ്ട്. അപ്പൊ ആ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ പാർപ്പിട പ്രശ്നങ്ങൾ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ഞങ്ങൾ അഹോരാത്രം പ്രയത്നിക്കും. പാർപ്പിട പ്രശ്നത്തിന്, ഡിവിഷനിലെ പാർപ്പിട പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിയുടെയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നജ്മത്തിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം, വോട്ടർമാർക്ക് നൽകുന്ന ഉറപ്പും. പല പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്, ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് പാർപ്പിട പ്രശ്നം തന്നെയാണ്. കുടിവെള്ള പ്രശ്നമുണ്ട്, മാലിന്യ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും മുന്തി നിൽക്കുന്നത് വാടക കൊടുക്കാൻ കഴിയാതെ
പല പ്രശ്നങ്ങളും ഞങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് പാർപ്പിട പ്രശ്നം തന്നെയാണ്. അപ്പൊ അതിനൊരു പരിഹാരം വന്നോണം അതാണ് ഞങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. ഇരു മുന്നണികളോടും മത്സരിച്ച് തന്നെ ഡിവിഷൻ നേടിയെടുക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നജ്മത്ത് PH. വെൽഫെയർ പാർട്ടിക്ക് വേരോട്ടമുള്ള ഡിവിഷനിൽ വിജയം ഉറപ്പാണെന്നും വിജയിച്ചു വന്നാൽ ഡിവിഷന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്നും നജ്മത്ത് PH പറയുന്നു. നജ്മത്ത് PHന്റെ വാക്കുകളിലേക്ക്. അപ്പൊ വളരെ പാവപ്പെട്ട സാധാരണക്കാർ തെങ്ങി താമസിക്കുന്ന ഒരു ഡിവിഷനാണ് പ്രധാനമായിട്ടും ഈ ഇരവേലി. ഇപ്പൊ കയറി വന്ന ഭാഗമായാലും നിലവിലുള്ള ഭാഗമായാലും അവരൊക്കെ അന്നാന്ന് ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് അവരുടെ നിത്യവൃത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്ന ഒരു പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും വനിതകൾ അവരെ സ്വയം ശാക്തീകരിക്കാനുള്ള വല്ല പദ്ധതികളും മനസ്സിലുണ്ട്. വനിതകൾക്കായുള്ള തൊഴിൽ പദ്ധതികൾ ഒരുപാട് പ്രൊജക്റ്റുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ, അതായത് നജ്മത്ത് പറയണത് അത്തരം പദ്ധതികൾ ഉണ്ടെങ്കിലും അതിനെ സംബന്ധിച്ച് ഒന്നും നമ്മുടെ സ്ത്രീകൾക്ക് ബോധവൽക്കരണപ്പെട്ടിട്ടില്ല. അപ്പൊ അതിനായിട്ടുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ ചെയ്യും. അതും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അതായത് അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് പ്രധാനമായും ലക്ഷ്യമുണ്ട്. പാർപ്പിട പ്രശ്നങ്ങളും തൊഴിൽ പ്രശ്നങ്ങളാണ് കൂടുതൽ ജനങ്ങളെ കൂടുതൽ ആലോചനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പ്രശ്നങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ അവർ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങൾ ഏതാണ്, അതിലേക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കും. വോട്ടർമാരുടെ സമീപനം എന്താണ്? വോട്ടർമാർ നല്ല സമീപനമാണ് കാഴ്ചവെക്കുന്നത്. അവർക്ക് ഭരണം മാറണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതായത് ഈ ഡിവിഷനിൽ ഒരു വലിയ മാറ്റം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതായത് ഇടത് വലത് മുന്നണികളെ മാറി മാറി വിജയിപ്പിക്കുന്ന ആ ഒരു ട്രെൻഡ് മാറണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇത്രയും നാളും ഞങ്ങൾ ഇത്രയും വർഷമായിട്ടും ഇത്രയും വോട്ട് ചെയ്തിട്ടും നമുക്ക് യാതൊരു പുരോഗതിയും ഇല്ല. അവർ സ്വയം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പല വോട്ടർമാരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ വെൽഫെയർ പാർട്ടിക്ക് വളരെ ശക്തിയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണല്ലോ ഈ ഡിവിഷൻ, മൂന്നാം ഡിവിഷൻ. അതുകൊണ്ട് തന്നെയാണോ ഇവിടെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചത്? അതെ. ഒരു വെൽഫെയർ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മത്സരിക്കുന്നത് രണ്ട് പ്രബല മുന്നണികളോടാണ്. ഈ രണ്ട് പ്രബല മുന്നണികളോടും മത്സരിച്ച് ഈ ഡിവിഷനിൽ വിജയക്കൊടി പാറിക്കുവാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. ജനങ്ങൾ അതുപോലെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. ജനങ്ങൾക്കൊരു മാറ്റം വേണമെന്നും ജനങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുസരിച്ച് അവരുടെ മനസ്സിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അവർ പറയുന്നുണ്ട്. അവർ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ഇതുപോലുള്ള അവരുടെ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ടും പാർട്ടിയുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് ഞാൻ അവരുടെ പ്രശ്നങ്ങൾക്ക് എന്നേക്കുമുള്ള പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ചെയ്യുമെന്ന് ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. വലിയ മത്സരം വെൽഫെയർ പാർട്ടി ഈ ഡിവിഷനിൽ കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അത്തരം ഒരു പ്രവർത്തന രീതികളും സ്വാഭാവികമായിട്ട് പ്രകടമായി കാണുന്നുണ്ട്. എന്തു വന്നാലും ഇത്തവണ വെൽഫെയർ പാർട്ടി ഈ ഡിവിഷനിൽ വെന്നിക്കൊടി പാറിക്കും എന്നുള്ള കാര്യത്തിൽ എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്ത് തന്നെ വന്നാലും, എന്ത് സാഹചര്യങ്ങൾ ഉണ്ടായാലും ഞങ്ങൾക്ക് ജയിച്ചേ പറ്റൂ. ജയിച്ച് ജനങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് ഈ വാർഡിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ജയിച്ചേ പറ്റൂ. അതിനുവേണ്ടി അഹോരാത്രം ഞങ്ങൾ പരിശ്രമിക്കും. അതിനായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹവും ഞങ്ങൾ. നജ്മത്ത് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിച്ചേ പറ്റൂ എന്നാണ്. അതിനുവേണ്ടി നജ്മത്തും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയും അതിൻ്റെ പ്രവർത്തകരും അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. സ്വാഭാവികമായും നജ്മത്തിന് ആ പാർട്ടിയുടെ ആ പ്രതീക്ഷയും മറ്റും നിലനിർത്തുവാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കാം. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.